ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിക്കപ്പെടണം എന്നുള്ള കർത്താവിൻ്റെ ഹിതമനുസരിച്ച് മത്തായിയുടെ സുവിശേഷം 24:14 ലോകം മുഴുവൻ ഈ വചനം പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനം സ്വീകരിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യമായുള്ള കൃപാവരം പരിശുദ്ധാത്മാവോടെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മ മാലാഹ പറഞ്ഞത് കേട്ട് ഒരടയാളമായിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ സംശയം തോന്നി. ഇതേപോലെ ഒരു ദൂതൻ ഒരിക്കലും പുരോഹിതനോട് പറഞ്ഞിരുന്നു, നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ആ പാവം മനുഷ്യൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു പോയി, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ്, ഇതെങ്ങനെ സംഭവിക്കും? അത് കേട്ടപ്പോൾ തന്നെ ദൂതൻ കോപിച്ചു. ഉടനെ ഒരു ശിക്ഷ, ഞാൻ ദൈവസന്നിധിയിൽ വന്ന ദൂതനാണ് ഈ കാര്യം നിന്നെ അറിയിച്ചത്, ഇത് നീ സംശയിച്ചതുകൊണ്ട് ഇത് സംഭവിക്കുന്നവരെ നീ മൂകനായിത്തീരും. ശിക്ഷ കൊടുത്തു. ആ പാവത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇവിടെ പരിശുദ്ധ കന്യാമറിയം ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അതിന് ശിക്ഷ കൊടുക്കുകയല്ല, പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത്യുന്നതൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ഇറങ്ങി വരും, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവപുത്രനാണ്, ഇസ്രായേലിനെ രക്ഷിക്കേണ്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരടയാളം പറഞ്ഞിതാ നിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത്, അവൾക്കിത് 6-ാം മാസമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാലാഖ ഒരു വാക്കുകൂടി പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അപ്പം മാതാവ് സമർപ്പിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി. എന്തുകൊണ്ടാണ് മാതാവിൻ്റെ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുകയും സക്രിയ പുരോഹിതന് ഉത്തരം കൊടുക്കുന്നതിന് പകരം ശിക്ഷിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളുണ്ടായ ഒത്തിരി സംഭവങ്ങൾ ബൈബിളിലുണ്ട്. അബ്രാഹാം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഒരു പുരോഹിതനാണ്, അദ്ദേഹം ഇതൊക്കെ അറിയുന്നതാണ്, ഇതൊക്കെ ജനങ്ങളോട് പ്രഘോഷിക്കുന്ന ആളാണ്. എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തെ അവിശ്വസിക്കുക. എന്നാൽ ഇതിന് മുൻപോ പിൻപോ പുരുഷ സമ്പർക്കം കൂടാതെ ഒരു സ്ത്രീ ഒരിക്കലും ഗർഭിണിയായിട്ടില്ല. ന്യായമാണ് മാതാവിൻ്റെ സംശയം. അതുകൊണ്ട് ദൂതൻ അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത്. ഇത് 6-ാം മാസമാണെന്ന് പറഞ്ഞപ്പോൾ ഓടുകയാണ് വളരെ സന്തോഷത്തോടു കൂടി എലിസബത്തിനെ കാണാനായിട്ട്. ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 39 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം അധ്യായം 1:39 മുതലുള്ള വാക്യങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നോക്കുക, മാതാവ് അഭിവാദനം ചെയ്തപ്പോൾ അത് കേട്ട വ്യക്തി പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുന്നു, ആ വ്യക്തിയുടെ ഉദരഫലം പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുന്നു. ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിനകത്ത് ധ്യാനിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഈശോ ഒരിക്കൽ പറയുകയുണ്ടായി, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ ഈശോ പഠിപ്പിച്ച കാര്യം ഈശോ പഠിപ്പിക്കുന്നതിന് മുൻപേ പ്രാവർത്തികമാക്കുകയായിരുന്നു മാതാവ്. അന്ന് യേശു ഉദരത്തിലാണ്. അപ്പോഴാണ് മാതാവ് എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് അഭിവാദനം ചെയ്യുന്നത്. ആ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ ഇതാ ആ വ്യക്തി പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുന്നു, ഉദരഫലം പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുന്നു. ഈശോ പറഞ്ഞ് പഠിപ്പിച്ചത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. ഒരു 10 പൈസ മുതൽ മുടക്കില്ലാത്ത യേശുവിൻ്റെ ഒരു ആഗ്രഹമാണത്. അതേസമയത്ത് മറ്റു പല മതസ്ഥരും അക്ഷരം പ്രതി ഇത് പാലിക്കുന്നത് നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും. ആ മതത്തിൽപ്പെട്ടവർ പരസ്പരം കാണുമ്പോൾ ദൈവനാമത്തിൽ അഭിവാദനം ചെയ്യുന്നു. നമുക്ക് എന്തുകൊണ്ടോ എൻ്റെ കുട്ടിക്കാലത്തിലൊക്കെ ഈ അടുത്ത കാലം വരെ ബഹുമാനപ്പെട്ട വൈദികരെ കാണുമ്പോഴെങ്കിലും ഈശോയും മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചൊല്ലുന്ന കണ്ടിട്ടുണ്ട്, തിരിച്ചും ചൊല്ലുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇപ്പോൾ നേരിട്ട് പോയി കുശലം അന്വേഷിക്കില്ല,
അങ്ങനെ അവസ്ഥയിലേക്ക് വന്നിരിക്കുക. യേശുവിൽ നിന്ന്, യേശുവിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വ്യക്തി എത്രമാത്രം ദൂരെ സഞ്ചരിക്കുന്നോ അത്രമാത്രം ആ വ്യക്തി അന്ധകാരത്തിലേക്കാണ് പോകുന്നത്, അധപ്പതനത്തിലേക്കാണ് പോകുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ഇത് കൽപ്പിച്ചവൻ്റെ അനുഗ്രഹം, കൃപ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരും. എന്തുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ തന്നെ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. എന്നിട്ട് ഈശോ പറഞ്ഞത് എന്താണെന്നറിയോ, ആ ഭവനം അതിന് അർഹതയുള്ളതാണെങ്കിൽ ആ സമാധാനം അവിടെ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അപ്പം നമ്മൾ ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മഹത്വം, നമ്മളുടെ ശക്തി അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരാന പാപ്പാനെ അനുസരിക്കുന്നതിൻ്റെ കാരണമായിട്ട് ചിലർ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ ആനയുടെ കണ്ണ് അത് ഈ ചെവി കൊണ്ട് അതിൻ്റെ ശരീരം മറയ്ക്കുക, പുറകോട്ടുള്ള കാണാൻ വയ്യ. ആന വിചാരിച്ചിരിക്കുന്നത് ഈ തുമ്പിക്ക് ഈ മുന്നോട്ട് കണ്ണിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഭാഗം മാത്രമേ ഉള്ളൂ എന്ന് ആന വിചാരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്നെങ്കിലും ആന തൻ്റെ മുഴുവൻ ശരീരം കണ്ടു കഴിഞ്ഞാൽ പാപ്പാനെ അനുസരിക്കില്ലെന്നാണ് പറയുന്നത്. ഇതേപോലെ ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു വ്യക്തി, ഒരു ക്രിസ്ത്യാനി, ആ വ്യക്തിക്കുള്ള ശക്തിയും ആ വ്യക്തിയിലൂടെ സാധ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ വിളിയോ തുച്ഛമായിട്ട് നമ്മൾ കാണില്ല. ഈശോ തിരുവചനം പഠിപ്പിക്കുകയാണ്. കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. ഇന്ന് ദേവാലയമാണ്, ദൈവം വസിക്കുന്ന ആലയമാണ്. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് നിർഗളിക്കുന്ന ആ ദൈവീയ ശക്തി എന്നിൽ നിന്ന് നിർഗളിക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ എന്താണോ വസിക്കുന്നത് അതാണ് പുറത്തേക്ക് നിർഗളിക്കുന്നത്. അപ്പോൾ ദൈവം വസിക്കുന്ന ആലയമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തി എന്നിലുള്ളത് കൊണ്ട് ഞാൻ അടുത്തൊരു വ്യക്തിയെ കാണുമ്പോൾ ഞാൻ ആ നാമത്തിൽ അഭിവാദനം ചെയ്യണം. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ പരിചയപ്പെട്ടു, ധ്യാനത്തിന് വന്ന് പരിചയപ്പെട്ടു, സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുക, ഒരു വാടക വീട്ടിൽ കഴിയുക. അയാൾ ദൈവവചനമൊക്കെ കേട്ടു, പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അയാൾ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു, കോടീശ്വരനായി. വിദേശ രാജ്യങ്ങളിലേക്ക് ചരക്കൊക്കെ കയറ്റി അയക്കുന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയായി. ഗേറ്റിൽ ഗൂർഖ, ആഡംബര കാറ്. അപ്പോൾ ആ വലിയ നിലയിലേക്ക് എത്തി. നമ്മൾ പിന്നെ ആ ബന്ധമൊന്നും അത്ര സൂക്ഷിക്കാൻ തോന്നിയില്ല. അവരവരുടെ ലോകത്ത്, നമ്മൾ നമ്മുടെ ലോകത്ത്. അങ്ങനെ കുറേ കാലങ്ങൾ ബന്ധമൊന്നുമില്ലാതെ പോയി. അടുത്തൊരു പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഒന്ന് വിളിക്കാൻ തോന്നി. പഴയ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു. അങ്ങേ തലയ്ക്കുന്ന ഒരൊറ്റ കരച്ചിലായി മനുഷ്യൻ. സംസാരിക്കുകയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. എന്ത് പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ഇവരുടെ ഏതോ ഒരു സ്റ്റാഫ് ഈ വിദേശത്തേക്ക് ചരക്കയച്ചതിൻ്റെ കോടിക്കണക്കിന് പണം കിട്ടാനുണ്ട്. ആ ബില്ല് ഏതോ സ്റ്റാഫ് അതെടുത്ത് നശിപ്പിച്ച് കളഞ്ഞു. അത് നശിപ്പിച്ച് കഴിഞ്ഞാൽ കിടപ്പേടം വിറ്റാലും ഈ എടുത്തെടുത്തതിൻ്റെ പണം കൊടുത്തു തീർക്കാൻ പറ്റില്ല. പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ് ആ കുടുംബം പൂർണ്ണമായിട്ട് ആ കുടുംബ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. ഈ സമയത്താണ് ദൈവം ആ വ്യക്തിയെ വിളിക്കാൻ തോന്നിപ്പിച്ചത്. ഞാൻ ആ വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മുതലാളിക്ക് ചേർന്ന രീതിയിലായി അയാളുടെ ജീവിതം. ആ കഴിഞ്ഞ കാലമൊക്കെ മറന്നു. വാടക കെട്ടിടത്തിൽ താമസിച്ചതും ആ സാമ്പത്തിക പരാധീനതയെല്ലാം അങ്ങ് മറന്ന് അവിടെ മദ്യം വിളമ്പുക. കുഞ്ഞിൻ്റെ മാമുദീസയ്ക്ക് പോലും, ഞാൻ ആ പേര് പരസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കാത്തവരെ പോലും വിളിച്ചു കൂട്ടി ആ ഭവനത്തിൽ മദ്യം വിളമ്പുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സമ്പന്നനായ വ്യക്തി അയാളിത് ചെയ്യുന്നതിന് തെറ്റോ ശരി എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളതിൽ വ്യത്യസ്തമാണ്. നിങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ നിങ്ങൾ ദാരിദ്ര്യ അവസ്ഥയിൽ താണു വീണ് കരഞ്ഞതിൻ്റെ ഫലമായിട്ട് ദൈവം നിങ്ങളെ ഉയർത്തിയതാണ് ഇന്ന് കാണുന്ന ബംഗ്ലാവും ഇന്ന് കാണുന്ന ബിസിനസ്സും. എന്നിട്ട് നിങ്ങളിവിടെ മദ്യം വിളമ്പിയെങ്കിൽ ആദ്യം ആ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചത്, 4-ാമത്തെ വാക്യം. നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് മനസ്സിലാക്കി ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം തയ്യാറായി, ഒന്ന് താഴേക്ക് വരാൻ തയ്യാറായി, ആശ്വാസമായി. എവിടുന്നോ ചപ്പുചവറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആ ചുരുട്ടിക്കുട്ടി വലിച്ചെറിഞ്ഞ ബില്ല് കിട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. 6 മാസം മറ്റേ കാലാവധി കഴിഞ്ഞു, അതിൻ്റെ ഇനി ആ ബില്ല് കൊണ്ടൊരു പ്രയോജനവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡൽഹിയിൽ സർക്കാർ ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കാലാവധി കഴിഞ്ഞ ബില്ലുകൾ ജീവിപ്പിച്ചു കൊടുത്തിരിക്കുക. ഒരു 3 മാസം കൂടി കാലാവധി കൂട്ടിയിരിക്കുന്നു. ആ മനുഷ്യൻ പഴയ അവസ്ഥയിലേക്ക് വരിക. ഇതേപോലെ ചില സമയത്ത് നമ്മളിൽ ചിലരെ ഒന്ന് ഫോൺ ചെയ്യാൻ, ആ വ്യക്തിയോടൊന്ന് മിണ്ടാൻ, ഈ ഭവനം വരെ ഒന്ന് പോകാൻ ചില സമയത്ത് ദൈവം നമുക്കൊരു പ്രേരണ നൽകും. നമുക്കതിൻ്റെ പൊരുൾ അറിയില്ല.
ഒരു വ്യക്തി, പീലിപ്പോസ് എന്ന് പറയുന്നൊരു വ്യക്തി, അപ്പസ്തോല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ വഴി നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഇന്ന സ്ഥലത്തേക്ക് പോകുക. പരിശുദ്ധാത്മാവിന് ചില പദ്ധതിയുണ്ട്. ആ വ്യക്തിക്ക് അതൊന്നും അറിയില്ല. ഉൾപ്രേരണ കിട്ടിയതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറായി. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 8-ലാണ് നമ്മൾ ഈ വചനം കാണുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കുന്ന നമുക്കൊരു സന്ദേശമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം അധ്യായം 8:26 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറൂസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതയിൽ എത്തുക. അതൊരു വിജനമായ പ്രദേശമായിരുന്നു. ഒരു ഉൾപ്രേരണ കിട്ടുക, ഈ മനുഷ്യനൊന്ന് വിളിക്കുക, ഇത്രയും എനിക്ക് കിട്ടിയുള്ളൂ, അയാളൊന്ന് വിളിക്കണം, കുറേ കാലമായി ബന്ധമായിട്ട് അയാൾ ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുക. ഇപ്പം ഈ പീലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇതുപോലെ തോന്നലുണ്ടാകുക, നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം. അയാൾ അനുസരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ തിരുവചനം പറയാണ് 29-ാമത്തെ വാക്യത്തിൽ, ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഒരു ഉദ്യോഗസ്ഥൻ രഥത്തിലിരുന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ആ രഥത്തോട് ചേർന്ന് നടക്കുക. ആ വ്യക്തിയുടെ അടുത്തേക്ക് അയച്ചത്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ചോദിക്കുക, നീ വായിക്കുന്ന ഭാഗം വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ മനസ്സിലാക്കാന്? വിരോധമില്ലെങ്കിൽ രഥത്തിൽ കയറിയിരുന്നാലും. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് 700-750 വർഷം മുൻപ് യേശുവിനെക്കുറിച്ച് എഴുതിയ ഭാഗമായിരുന്നു അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. കൊലയ്ക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ ഉരിയാടിയില്ല. ഈ ഭാഗമാണ് വായിച്ചുകൊണ്ടിരുന്നത്. യെശയ്യാ 53-ാം അധ്യായമാണത്. അപ്പോൾ പീലിപ്പോസ് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ പ്രവാചകൻ ഇത് എഴുതിയിരിക്കുന്നത് തന്നെക്കുറിച്ചാണോ അതോ വേറെ ആരെങ്കിലും കുറിച്ചാണോ? അവിടെ മുതൽ പീലിപ്പോസ് യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആര് സംസാരിച്ചാലും അവിടെ യേശുവിൻ്റെ ആത്മാവ് വരും. അതുകൊണ്ടാണ് സഭയിൽ നിലനിൽക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത്. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ മാമുദീസ സ്വീകരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ചും ഈ ഉദ്യോഗസ്ഥനോട് പീലിപ്പോസ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ മാമുദീസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ജലാശയം കണ്ടു, രഥം നിർത്താൻ ആവശ്യപ്പെട്ടു. മാമുദീസ സ്വീകരിച്ചു. മാമുദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പീലിപ്പോസിനെ അവിടെ കാണുന്നില്ല. വലിയ ആനന്ദത്തിലൂടെയാണ് തിരിച്ചു പോയത്. ഇങ്ങനെ എന്നിലൂടെ നിങ്ങളിലൂടെ ചില തകർന്ന കുടുംബങ്ങൾ, ചില വ്യക്തികൾ രക്ഷയിലേക്ക് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. നമ്മൾ ഈ കോട്ട കെട്ടി ഇതിനകത്തിരുന്ന് പള്ളിയും പ്രാർത്ഥനയും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, അതല്ല ഭക്തി. എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ശക്തി മറ്റു മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ചില സമയത്ത് ചില ഉൾപ്രേരണ ദൈവം തരുമ്പോഴും നമ്മളത് അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിച്ചെന്നിരിക്കില്ല. ഇപ്പം മാതാവ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ നമ്മളും പലരെയും സന്ദർശിക്കാറുണ്ട്, പലരോടും സംസാരിക്കാറുണ്ടല്ലോ, ഫോണിലൂടെയും നേരിട്ടും ഒക്കെ ആയിട്ട്. സത്യത്തിൽ നമ്മൾ സംസാരിച്ച് നിർത്തി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന എന്താ? ശാന്തിയാണോ, സമാധാനമാണോ, ദുഃഖമാണോ, വെറുപ്പാണോ, നിരാശയാണോ, എന്താണ് അനുഭവപ്പെടുന്നത്? നമ്മുടെ സാന്നിധ്യം, നമ്മളൊരു വീട്ടിൽ വിരുന്ന് ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു, ഈ സാന്നിധ്യം ആ കുടുംബത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ, ദ്രോഹമാണോ ചെയ്യുന്നത്? വിവാഹം കഴിച്ചയച്ച ചില പെൺമക്കൾ വീട്ടിലേക്ക് വരും ചിലപ്പോൾ അപ്പനെയും അമ്മയോ കാണാനായിട്ട്. അവർ വന്ന് 2-3 ദിവസം അവിടെ താമസിച്ച് കഴിയുമ്പോൾ ചില കുടുംബങ്ങൾ, എല്ലാ കുടുംബവും അല്ല, പിന്നെ ഒരാഴ്ചത്തേക്ക് നരകമായിരിക്കും ആ കുടുംബം. അവിടെ വന്ന് ഈ കെട്ടിക്കൊണ്ടുവന്ന മരുമകളുടെ കുറെ കുറ്റം അമ്മ പറഞ്ഞ് കേൾപ്പിച്ചു. അത് അതേപടി ഈ മകൾ വിശ്വസിച്ചു. എന്നിട്ട് അത് വെച്ച് കുത്തും കോളും വെച്ച് മരുമകളോട് നാത്തൂനോട് സംസാരിക്കുന്നു. ഈ വിവാഹം കഴിച്ചയച്ച മകളുടെ വീട്ടിലേക്കുള്ള വരവ് കൊണ്ട് ഈ കുടുംബത്തിന് നന്മയാണോ ഉണ്ടായിട്ടുള്ളത്, തിന്മയാണോ ഉണ്ടായിട്ടുള്ളത്? മകൻ്റെ കൂടെയാണ് അമ്മ താമസിക്കുന്നത്, ഒരു മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മകളെ വിവാഹം കഴിച്ചിരിക്കുക, മകൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഫോൺ എടുത്ത് എല്ലാ ദിവസവും അമ്മയെ വിളിക്കും. എടുത്ത് വിളിക്കുമ്പോൾ ഈ മകനെക്കുറിച്ചും കൂടെ താമസിക്കുന്ന മകനെക്കുറിച്ചും മകൻ്റെ ഭാര്യയെക്കുറിച്ചും കുറ്റം പറഞ്ഞു കേൾപ്പിക്കുക മകളോട്. ഈ കാശും മുടക്കി വിദേശത്തുള്ള മകളോട് കൂടെ താമസിക്കുന്ന മകൻ്റെയും ആ മകൻ്റെ ഭാര്യയുടെയും കുറ്റം പറഞ്ഞു കേൾപ്പിക്കുക. അത് അവർക്കൊത്തിരി മുറിവായി, ദേഷ്യമായി. ഉടൻ തന്നെ അവർ പ്രതികരിച്ചു ഈ നാത്തൂനോട്. ഒരു കുടുംബം കുളമാക്കുക ചെയ്യുന്നു. എന്തരൂപിയാണ് നയിക്കുന്നത്? അപ്പം നമ്മളുടെ സംഭാഷണം, നമ്മൾ ദൈവത്തിൻ്റെ അരൂപി വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു വസിക്കുന്നു അതാ പുറത്തേക്ക് വരിക.
കർത്താവ് പറഞ്ഞു ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാനാണ് പറഞ്ഞത്. നല്ല ഹൃദയത്തിൽ ദൈവം വസിച്ചാലല്ലേ എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ സാന്നിധ്യം കൊണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവുണ്ട് നിറഞ്ഞ പോലെ നിറയാൻ പറ്റൂ. ഞാൻ പിശാചിനെയും കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, പിശാചിനെ ഉള്ളിലിരുത്തിക്കൊണ്ടാണ് ഒരു ഭവനത്തിൽ ചെല്ലുന്നതെങ്കിൽ, ഒരു വ്യക്തിയെ സമീപിക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് ഞാൻ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം എലിസബത്തിനെ സന്ദർശിച്ചത് നൂറ്റാണ്ടുകളായിട്ട് സഭ ഓർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സന്ദേശം തരുന്നുണ്ട്. നമ്മുടെ സന്ദർശനം, നമ്മുടെ വാക്കുകൾ അത് എരുതിയിൽ എണ്ണ ഒഴിക്കാനായിരിക്കരുത്, അത് കുത്തി മുറിവേൽപ്പിക്കാനായിരിക്കരുത്, അത് ആരുടെയും സമാധാനം നശിപ്പിക്കാനുള്ളതായിരിക്കരുത്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നലകളിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കണം. ആരെക്കുറിച്ചും ദുഷിച്ചത് പറയാതെ അവർക്ക് നന്മയായിട്ടുള്ളത് പറയുക. കാരണം ബൈബിൾ പറയുന്നത് എഫേസ്യസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും ക്രിസ്തുവിലും മഹത്വം ഉണ്ടാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, അങ്ങനെ ശക്തി എന്നിലുണ്ട്. ഈ ശക്തി ഉള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കണം. ഈ ശക്തി ഉള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും ആരെയും ശപിക്കരുത്, നിങ്ങൾ ഒരിക്കലും ആരെയും ശപിക്കരുത്. ഇത് ഈ ശക്തി ഉള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ഈ ശക്തി ഉള്ളത് കൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ 6:19 പറയുകയാണ് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷം 16:18 പറയുന്നത് വിശ്വസിക്കുന്നതോടുകൂടി അടയാളങ്ങളുണ്ടായിരിക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അപ്പം നമ്മിലെ ശക്തിയാണ്, നമ്മൾ ദൈവത്തിൽ വസിക്കണം. ആ ശക്തി മറ്റുള്ളവർക്ക് അഭിവാദനമായിട്ടും വാക്കുകളായിട്ടും പ്രവൃത്തിയായിട്ടും മുറിവേറ്റ മക്കളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ, അസ്വസ്ഥതയുള്ള കുടുംബത്തിൽ അസ്വസ്ഥത വിതയ്ക്കാതെ അവിടെ ശാന്തി വിതയ്ക്കാൻ ഈ ദൗത്യവുമായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടണമെന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അപ്പസ്തോലന്മാരൊക്കെ നടന്നു പോകുന്ന സമയത്ത് അപ്പസ്തോല പ്രവർത്തനം 5:15 അവരുടെ നിഴല് തട്ടുമ്പോൾ രോഗികൾ സുഖപ്പെട്ടിരുന്നു. അപ്പം ധാരാളം പേരെ അങ്ങനെ കൊണ്ട് കിടത്തുമായിരുന്നു. ഈ അപ്പസ്തോലന്മാർ നടന്നു പോകുമ്പോൾ അവരുടെ നിഴലെങ്കിലും ഒന്ന് തട്ടി സുഖപ്പെടാൻ വേണ്ടി ധാരാളം പേരെ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു. അങ്ങനെ അപ്പം ഈ രീതിയിൽ നമ്മളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ അതിന് സമാധാനം ആശംസിക്കണം. അതിന് അർഹതയുള്ളവരവിടെ ഉണ്ടെങ്കിൽ അവിടെ വസിക്കും, ഇല്ലെങ്കിൽ അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതേപോലെ തന്നെ നമുക്കിതിന് മറ്റൊരു സന്ദേശം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി അകാരണമായിട്ട് എന്നെക്കുറിച്ച് ദുഷിച്ച് സംസാരിക്കുകയാണ്, ശപിക്കുകയാണ് ഒരു വ്യക്തി. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ശാപം എന്നിൽ ഫലിക്കുകയല്ല, അത് ശപിച്ച വ്യക്തിയിലേക്ക് തിരിച്ചു പോവുകയും. അപ്പം ബൈബിൾ പറയുകയാണ് അകാരണമായിട്ടൊരു വ്യക്തി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ ശപിക്കുകയാണെങ്കിൽ ആ ശാപം അവരിൽ വസിക്കുന്നില്ല. ഒത്തിരി മക്കൾ ധ്യാന സമയത്തൊക്കെ അമ്മ ശപിച്ചു, അപ്പൻ ശപിച്ചു, അതുകൊണ്ടാണ് ഗതി പിടിക്കാത്ത എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് പലപ്പോഴും. അതിനവർ ചില വചനങ്ങളും പറയാറുണ്ട്. ശരിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 3:8 വാക്കിലും പ്രവൃത്തിയിലും പിതാവിനെ അനുസരിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുക. അവൻ്റെ അനുഗ്രഹം, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും എന്നാണ് ആ വചനം. ഇത് പറഞ്ഞ് മക്കളെ ഭീഷണിപ്പെടുത്തി ശപിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. എന്നിട്ട് ജീവിതകാലം മുഴുവൻ അതവരുടെ മനസ്സിൽ പരിശുദ്ധ അമ്മയുടെ സന്ദർശന സമയത്ത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ അവർ സന്തോഷം കൊണ്ട് നിറയല്ല ചെയ്യുന്നത്. ഈ അപ്പൻ്റെ അമ്മയുടെ ചില ഭീഷണി, ചില വാക്ക് ജീവിതകാലം മുഴുവൻ ആ മക്കളെ ആത്മീയമായിട്ട് മാനസികമായിട്ട് തളർത്തി കളഞ്ഞിരിക്കുക. ധ്യാന സമയത്ത് ഒത്തിരി പേരങ്ങനെ വരാറുണ്ട്. ഒരു സഹോദരൻ പറഞ്ഞതാണ് ആവശ്യത്തിലേറെ സ്വത്തുണ്ട്, ഒറ്റ മകനാണ്, അമ്മ മരിച്ചുപോയി. ഈ അപ്പൻ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മിക്കവാറും വൈദികരോട്, ഇടവക വികാരിയച്ഛനോട്, മാന്യരായ വ്യക്തികളോട് ചെന്ന് സങ്കടം പറയും. എൻ്റെ മകൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല, മരുന്ന് വാങ്ങിച്ച് തരില്ല, ഭക്ഷണം തരില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചിലർ ചോദിക്കും, ചിലർ ചോദിക്കില്ല. അന്ന് ഞാൻ ധ്യാനത്തിന് ചെന്നപ്പോൾ അവിടെയുള്ള വികാരിയച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇത്രയും സ്വത്തൊക്കെ ഉണ്ടല്ലോ, ഈ അപ്പനുണ്ടാക്കിയ സ്വത്തല്ലേ, ഈ അപ്പനെ ചികിത്സിക്കാനുള്ള പണമില്ലേ? അപ്പോൾ അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു സാറാണ്, അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ആ വ്യക്തി വീട്ടിൽ ചെന്നൊരു പൊതിക്കെട്ടെടുത്ത് അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അച്ഛൻ ഇത് നോക്കിയാൽ അച്ഛൻ അറിയാം ഇതിലെ സത്യാവസ്ഥ. അച്ഛൻ ആ കടലാസ് പൊതിക്കെട്ട് അഴിച്ചു നോക്കിയപ്പോൾ
ശ്രീചിത്ര ഉൾപ്പെടെ 72 ഡോക്ടറെ കാണിച്ച മരുന്നിൻ്റെ ചീട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ അപ്പൻ്റെ അസുഖം കണ്ടുപിടിച്ചത് കോലഞ്ചേരി ആശുപത്രിയിലെ ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, മോനെ, ഇത് പ്രായമായ വ്യക്തികളിലെ ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരാറുള്ള മാനസിക രോഗമാണിത്. ഒരു 15 വർഷം മുൻപ് ചികിത്സിച്ചിരുന്നെങ്കിൽ ഭേദമാക്കാൻ പറ്റുമായിരുന്നു. ഇനി സഹിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പം അത് മനസ്സിലാക്കി അദ്ദേഹം അത് സഹിച്ച് ക്ഷമിച്ച് ചെയ്യേണ്ടത് മകൻ്റെ സ്ഥാനത്ത് ചെയ്യേണ്ടത് ചെയ്തു പോവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ധ്യാനം കൂടി ഈ വചനം കേൾക്കുന്നത്. അപ്പം അദ്ദേഹം പറയുക, എൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പൻ എൻ്റെ ഭാര്യയെ നോക്കി പറയുകയാണ്, നീയും ഗതി പിടിക്കില്ലടി, നിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും ഗതി പിടിക്കില്ലടി. ഓരോ വ്യക്തികളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. എലിസബത്ത് മറിയത്തെ സന്ദർശിച്ച് അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഉദരപരം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ജന്മം നൽകിയ ഒരപ്പൻ പറഞ്ഞ വാക്കാണ്, നീയും ഗതി പിടിക്കില്ല, നിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും ഗതി പിടിക്കില്ല. ചിന്തിച്ച് നോക്കണം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, പള്ളിയിൽ പോക്കൊന്നിനും ഒരു കുഴപ്പവും ഇല്ല. ഇത് ഭാരപ്പെട്ട് ഈ ഭാരമായിട്ടാണ് ഈ വ്യക്തി വന്നത്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ദൈവവചനം എന്ന് പറയുന്ന ഒരു കഷ്ണം മാത്രം അടർത്തിയെടുക്കാൻ ഒരു യൂണിറ്റാണ്, ഇത് ഒന്നിനോട് ബന്ധപ്പെട്ട കിടക്കുന്നത്. സുഭാഷിതങ്ങൾ 26:2 ഒരു വചനമുണ്ട്. സുഭാഷിതം 26:2 പറയുകയാണ്, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീബൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായിട്ടുള്ള ശാപം എങ്ങും ആരെയും ഏശുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശാപം വാങ്ങിച്ചൊരു മകനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അറ്റപ്രാക്കുമായിരുന്നു അപ്പൻ. അപ്പൻ്റെ സ്വപ്നം ഈ മകനെക്കുറിച്ച് മറ്റൊന്ന്. അദ്ദേഹം ക്രിസ്തുവിനെ പ്രതി ദാരിദ്ര്യം സ്വീകരിച്ചു. ആ നഗരത്തിൽ കോടീശ്വരനായ പിതാവിൻ്റെ അതേ സ്ഥലത്ത് ഭിക്ഷ യാചിക്കാൻ തുടങ്ങി. അപ്പന് വേദന ഉണ്ടാകില്ലേ? അറ്റപ്രാക്കി. ഈ പ്രാക്കൊക്കെ ദൈവസന്നിധിയിലേക്ക് എത്തുന്നുണ്ട്. ജലാശയത്തിൽ നീരാവി ഉയരുന്നത് പോലെ ഈ പ്രാക്ക് മുഴുവൻ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. ദൈവം ആ മകൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദൈവത്തിന് ചേർന്നൊരു ഹൃദയം കണ്ടു. ഈ നീരാവി കാർമേഘമായി മഴയായി ഭൂമിക്ക് അനുഗ്രഹമായി മാറുന്ന പോലെ ഈ അപ്പൻ്റെ ഓരോ ശാപവാക്കും നിരപരാധിയായ മകന് അനുഗ്രഹ പൂമഴയായി തലയിൽ വർഷിക്കപ്പെട്ടപ്പോൾ രണ്ടാം ക്രിസ്തു എന്നുള്ള പേരിൽ അറിയപ്പെടുന്നൊരു വിശുദ്ധനായി മാറി. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച് അഭിവാദനം ചെയ്തപ്പോൾ ആ ശബ്ദം കേട്ട നിമിഷം തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി, ഉദരഫലം പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഇവിടെ അപ്പൻ പറയുകയാണ്, മകൻ്റെ ഭാര്യയെ നോക്കിയിട്ട്, നീയും ഗതി പിടിക്കില്ലടി, നിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും ഗതി പിടിക്കില്ലടി. ഇങ്ങനെ ശപിക്കുന്ന വ്യക്തിയെക്കുറിച്ച്, മക്കളെയും മറ്റുള്ളവരെയും ശപിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ബൈബിൾ ഒരു വചനം തരുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. അവരുടെ വായ് ശാപവും കയ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവരുടെ അധരങ്ങളുടെ ചോട്ടിൽ സർപ്പവിഷമുണ്ട്. അവരുടെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും പകയും കിടക്കുന്നതുകൊണ്ടാണ് ഈ ശപിക്കുന്നത്. പാമ്പിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അവരുടെ വായ് ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ അധരങ്ങളുടെ ചോട്ടിൽ സർപ്പവിഷമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ, ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആദ്യമേ ആ വ്യക്തിക്ക്, ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ നമ്മുടെ സാന്നിധ്യം ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു മിനിറ്റ് ആ വ്യക്തിയുമായിട്ട് ചെലവഴിക്കുമ്പോൾ അതവർക്ക് മുറിവുണക്കുന്ന ഒരു തൈലമായി മാറാതെ, അത് പുതിയ മുറിവ് ഉണ്ടാക്കുന്നൊരു വ്യക്തിയായി മാറാതിരിക്കാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ശക്തിയും അതിനുള്ള കൃപയും ദൈവം നമ്മുടെ മേൽ നിറയ്ക്കട്ടെ. ഇന്നലകളിലെ മുറിവുകൾ കർത്താവിന് സമർപ്പിക്കാം. അവിടുന്ന് മുറിവ് ഉണക്കട്ടെ. പുതിയ മുറിവുകൾ സൃഷ്ടിക്കാതിരിക്കാം. അവരെ ആശ്വസിപ്പിക്കാം. അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും. അതിനാവശ്യമായ കൃപാവരം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇന്നലകളിലുള്ള സംഭാഷണം നമ്മൾ മൂലം ആരെങ്കിലും മുറിയാനിടയായിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ മുറിപ്പെടുത്തുന്നവരല്ല, മുറിവുണക്കുന്നവരായി മാറാം. അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ ശാന്തി, സമാധാനം മറ്റുള്ളവർക്ക് വിളമ്പുന്ന ഒരു പ്രവാചകരായി നമുക്ക് മാറാം. അതിനാവശ്യമായുള്ള കൃപാവരം ദൈവം നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.